ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ന് ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഒരേ സമയം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ മികച്ച ഭരണം, നയസുസ്ഥിരത, സാമ്പത്തിക വളർച്ച എന്നിവ ഉറപ്പാക്കാനാകുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ജമ്മു കശ്മീർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ മറ്റന്നാൾ. ഇന്നലെ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67% പോളിംഗ്. വ്യോമസേനാ ദിനത്തിന് മുന്നോടിയായി ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമാഭ്യാസ പ്രകടനം ഇന്ന് ചെന്നൈ മറീന ബീച്ചിൽ. സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് ആശുപത്രി തലം മുതൽ എന്ന ആശയമാണ് കേരള സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബംഗ്ലാദേശിനെതിരായ പുരുഷ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 5 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു ഇന്ന് ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി ബന്ധങ്ങൾ സംബന്ധിച്ചും മേഖലാതല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ചർച്ചകൾ നടക്കും. ബംഗളൂരു, മുംബൈ നഗരങ്ങളും മാലദ്വീപ് പ്രസിഡന്റ് സന്ദർശിക്കും. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഡോക്ടർ മുഹമ്മദ് മൊയ്സു നേരത്തെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇന്നലെ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67% പോളിംഗ് രേഖപ്പെടുത്തി. 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പ് പൊതുവിൽ സമാധാനപരമായിരുന്നു. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള നിരവധി വോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ നിന്ന് വോട്ടിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു. മറ്റന്നാളാണ് വോട്ടെണ്ണൽ. ജമ്മു കശ്മീർ നിയമസഭയിലേക്ക് 3 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും മറ്റന്നാളാണ്. ഒരേ സമയം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ മികച്ച ഭരണം, നയസുസ്ഥിരത, സാമ്പത്തിക വളർച്ച, സാമൂഹിക ഐക്യം, മികച്ച ആഗോള മത്സരക്ഷമത എന്നിവ ഉറപ്പാക്കാനാകുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. വികസിത ഭാരതത്തിലേക്കുള്ള സുസ്ഥിര യാത്രയിൽ ഒരേ സമയം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ സംഘടിപ്പിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം ന്യൂഡൽഹിയിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള 30ാമത് ലാൽ ബഹദൂർ ശാസ്ത്രി സ്മാരക പ്രഭാഷണം നടത്തവെയാണ് ഇക്കാര്യം പറഞ്ഞത്. നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി അമിത്ഷാ അവലോകന യോഗം നടത്തും. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, തെലങ്കാന, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പ്രതിനിധിയും കേന്ദ്ര സായുധ പോലീസ് സേനയുടെയും വിവിധ കേന്ദ്ര സംസ്ഥാന മുതിർന്ന ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും. ഇന്ത്യൻ വ്യോമസേന ഇന്ന് ചെന്നൈയിലെ മറീന ബീച്ചിൽ വമ്പൻ വ്യോമാഭ്യാസ പ്രകടനം നടത്തും. രാവിലെ 11 ആരംഭിക്കുന്ന വ്യോമാഭ്യാസത്തിൽ 72 വിമാനങ്ങൾ പങ്കെടുക്കുന്ന അക്രോബാറ്റിക് ഷോയും ഉണ്ടായിരിക്കും. വിശദാംശങ്ങളിലേക്ക്. 92ാം വാർഷിക വ്യോമസേനാ ദിനാഘോഷത്തിന്റെ മുന്നോടിയായാണ് വ്യോമാഭ്യാസം സംഘടിപ്പിക്കുന്നത്. സക്ഷം, സശക്ത്, ആത്മനിർഭർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തേജസ്, മിറാഷ്, സുഖോയ് 30 മാർക്ക് 1, ജാഗ്വാർ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ, ഏറ്റവും പുതിയ പ്രചണ്ഡ് ഹെലികോപ്റ്റർ എന്നിവ വ്യോമാഭ്യാസത്തിന്റെ ഭാഗമാകും. ലിംക റെക്കോർഡ് ബുക്കിൽ ഇടം പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് അഭ്യാസ പ്രകടനങ്ങൾ. 15 ലക്ഷം കാണികളെ സാക്ഷികളാക്കിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പാരച്യൂട്ട് ജമ്പിംഗ്, ഫ്രീഫോൾ ഡിസ്പ്ലേ എന്നിവ പരിപാടിയുടെ ഭാഗമാകും. സൂര്യകിരൺ എയറോബാറ്റിക് സംഘവും സാരംഗ് ഹെലികോപ്റ്റർ പ്രദർശന സംഘവും പ്രകടനങ്ങൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് ലോക സെറിബ്രൽ പാൾസി ദിനം. രോഗബാധിതരായ ലോകത്തെ 18 ദശലക്ഷം ജനങ്ങളെ സഹായിക്കുക, രോഗത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹിക മാറ്റത്തിനായി ഇന്ന് രാജ്യത്ത് ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് ആശുപത്രി തലം മുതൽ എന്ന ആശയമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. കണ്ണൂർ മാട്ടൂൽ സാമൂഹികാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെയും പഴയങ്ങാടി താലൂക്ക് ആശുപത്രി സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മറ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഹെൽത്ത് സംവിധാനം രോഗികൾക്ക് ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ കുപ്പിവെള്ളമായ ഹില്ലി അക്വ 2 ആഴ്ചയ്ക്കുള്ളിൽ ഗൾഫ് നാടുകളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങും. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി 3 വർഷ കരാറിൽ ഒപ്പുവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഒരു കമ്പനി ഗൾഫ് നാടുകളിലേക്ക് കുപ്പിവെള്ളം കയറ്റി അയക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതർ ഹില്ലി അക്വയുടെ മലങ്കരയിലെ പ്ലാന്റിലെത്തി പരിശോധന നടത്തി. ക്വാളിറ്റി കൺട്രോൾ വിഭാഗം രേഖകളും പരിശോധിച്ചു. പ്രകൃതിദത്തമായി ലഭിക്കുന്ന കുടിവെള്ളത്തിന്റെ ഗുണമേന്മ നേരിട്ടറിഞ്ഞ ഇവർ കയറ്റുമതിക്ക് അനുമതി നൽകുകയായിരുന്നു. ഗൾഫ് നാടുകളിൽ കടൽവെള്ളം ശുദ്ധീകരിച്ചാണ് കുപ്പിവെള്ളം നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാസം 30 മുതൽ 40 ലക്ഷം രൂപയുടെ കുപ്പിവെള്ളം കയറ്റി അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗൾഫ് വിപണിയുടെ സാധ്യതകൾ കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം കയറ്റുമതി വർദ്ധിപ്പിക്കും. അന്തരിച്ച ആകാശവാണി വാർത്താവതാരകനായിരുന്ന M. രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10:30 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് ശേഷം 11 തൈക്കാട് ശാന്തി കവാടത്തിലായിരിക്കും സംസ്കാരം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സിൽവർ ജൂബിലി ആഘോഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 മത്സരം ആരംഭിക്കുക. ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ടീം ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടിരുന്നു. അതേസമയം തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ തോൽപ്പിച്ചിരുന്നു. പുരുഷന്മാരുടെ ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ നടക്കും. വൈകിട്ട് 7 മണിക്കാണ് മത്സരം തുടങ്ങുക. 3 മത്സരങ്ങളാണ് T20 പരമ്പരയിലുള്ളത്. നേരത്തെ നടന്ന 2 മത്സര ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ വിജയം നേടിയിരുന്നു. 27 വർഷത്തിനിടെ ആദ്യമായി ഇറാനി കപ്പ് നേടിയ അജിങ്ക്യ രഹാനെയുടെ നേതൃത്വത്തിലുള്ള മുംബൈ ടീമിനെ അഭിനന്ദിക്കാൻ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ചടങ്ങ് സംഘടിപ്പിക്കും. റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെയാണ് മുംബൈ പരാജയപ്പെടുത്തിയത്. അനുമോദന ചടങ്ങ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാകും സംഘടിപ്പിക്കുക. 4ാം തലമുറ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം പ്രതിരോധ ഗവേഷണ വികസന സംഘടന വിജയകരമായി പരീക്ഷിച്ചു. 3 പരീക്ഷണങ്ങളാണ് നടത്തിയത്. രാജസ്ഥാനിലെ പൊഖ്രാനിലാണ് പരീക്ഷണം നടന്നത്. പരീക്ഷണം വിജയിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു. സേനകൾക്ക് വ്യോമ പ്രതിരോധത്തിൽ കൂടുതൽ ശക്തി പകരാൻ പുതിയ സംവിധാനത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. 10 വർഷങ്ങൾക്കുള്ളിൽ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുമെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടനാ അധ്യക്ഷൻ സമീർ V. കാമത്ത്. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി 5 മുതൽ 10% വരെ കുറയ്ക്കാനാകും. ഇന്നലെ മഹാരാഷ്ട്രയിലെ ഛത്രപതി ഷാഹു എഞ്ചിനീയറിംഗ് കോളേജിൽ മറാത്ത്വാഡ ആക്സിലേറ്റർ ഫോർ ഗ്രോത്ത് ആൻഡ് ഇൻക്യുബേഷൻ കൌൺസിൽ നടത്തിയ മികവിനായി പ്രതിരോധ മേഖല പരിഷ്കരണം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിൽ ഇറക്കുമതി ആശ്രിതത്വം കുറഞ്ഞുവരികയാണെന്നും കഴിഞ്ഞ വർഷം പ്രതിരോധ മേഖലയ്ക്ക് അനുവദിച്ച ബജറ്റിൽ 90% തദ്ദേശ നിർമ്മാണത്തിനാണ് വിനിയോഗിച്ചതെന്നും ശ്രീ സമീർ വ്യക്തമാക്കി. നവപുനരുപയോഗ ഊർജ്ജ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി 3 ദിവസത്തെ ജർമ്മൻ സന്ദർശനത്തിന് ഇന്ന് പുറപ്പെടും. ഹാംബർഗ് സുസ്ഥിര സമ്മേളനത്തിലും മന്ത്രി പങ്കെടുക്കും. ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായും ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുക ലക്ഷ്യമിട്ട് ശ്രീ പ്രഹ്ലാദ് ജോഷി ചർച്ചകൾ നടത്തും. സുസ്ഥിര വികസനം, ഹരിത ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലാകും ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. 5 ദിവസത്തെ സന്ദർശനത്തിനായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ന് ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഒരേ സമയം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ മികച്ച ഭരണം, നയസുസ്ഥിരത, സാമ്പത്തിക വളർച്ച എന്നിവ ഉറപ്പാക്കാനാകുമെന്ന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ജമ്മു കശ്മീർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ മറ്റന്നാൾ. ഇന്നലെ നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67% പോളിംഗ്. വ്യോമസേനാ ദിനത്തിന് മുന്നോടിയായി ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമാഭ്യാസ പ്രകടനം ഇന്ന് ചെന്നൈ മറീന ബീച്ചിൽ.
സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് ആശുപത്രി തലം മുതലെന്ന ആശയമാണ് കേരള സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബംഗ്ലാദേശിനെതിരായ പുരുഷ T20 പരമ്പരയിലെ ആദ്യ മത്സരവും ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.